നമ്മളെടുക്കുമ്പോൾ അതിൻ്റെ തഫ്സീറൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്കത് പിന്നെ കേട്ടാലെങ്കിലും നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അതിൻ്റെ അർത്ഥമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോഴേ നമ്മുടെ ഈ ക്ലാസ് ഒരു ഗുണമുണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ ഈ ആയത്തൊക്കെ കേൾക്കുമ്പോൾ ഇനി നമ്മൾ പഠിച്ചതാണ് എന്ന അറിവ് നമുക്കുണ്ടാകണം. അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ അവിടെ നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്ത് ഒന്നുകൂടി ഓതാം. അതിൻ്റെ അർത്ഥം ഒന്ന് ഒരു പ്രാവശ്യം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ് ബൽ ലഹും മൗഇദുൻ ലിയജിദു മിൻ ദൂനിഹി മൗഇല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്ത്. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടുമല്ലോ അല്ലേ? നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പരിഭാഷ നോക്കണ്ട. ഖുർആൻ ക്ലാസ്സിൽ നിങ്ങൾ ഖുർആൻ മാത്രം നോക്കിയാൽ മതി. ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ റൂമിൽ പോയിട്ട് അല്ലാതെയൊക്കെ നിങ്ങൾക്ക് പരിഭാഷ നോക്കാം. ഖുർആനിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ പരിഭാഷ നോക്കിയാൽ പിന്നെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവും, ആ പരിഭാഷ ഉണ്ടല്ലോ, പരിഭാഷയെ നോക്കി പറയാമല്ലോ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് നോക്കണ്ട. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്കത് നോക്കാം. അപ്പോൾ വറബ്ബുക്ക, എന്താ അർത്ഥം? വറബ്ബുക്ക, നിൻ്റെ റബ്ബ്. ഒന്ന് നോക്കാതെ പറഞ്ഞാൽ മതി കേട്ടോ. ഖുർആനിൽ മാത്രം നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ് ശീലിക്കുക. നിൻ്റെ റബ്ബ് ആരാണ്? അൽ ഗഫൂറു, ഏറെ പൊറുക്കുന്നവനാണ്. ദുർറഹ്മ, കാരുണ്യമുള്ളവനാണ്, കരുണയുള്ളവനാണ്. ലൗ യുആഖിദുഹും, ലൗ യുആഖിദുഹും, ലൗ യുആഖിദു, അവൻ പിടികൂടുകയാണെങ്കിൽ, ഹും, അവരെ. അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. ചെറിയ ചെറിയ പദങ്ങൾ വെച്ചിട്ട് പറഞ്ഞ് ശീലിക്കാം. ലൗ, എങ്കിൽ, യുആഖിദു, പിടികൂടുന്നുവെങ്കിൽ, ഹും, അവരെ. ആ സത്യനിഷേധികൾ അള്ളാഹു പിടികൂടുന്നുവെങ്കിൽ, ബിമാ കസബു, ബി എന്ന് പറഞ്ഞാൽ അവിടെ കാരണം, സബബാണ്, കാരണത്താൽ. ബിമാ കസബു, മാ ഒന്ന്, കസബു അത് അമിലു, കസബു അമിലു, അവർ പ്രവർത്തിച്ചത് കാരണം, അവർ ചെയ്തത് കാരണം. അങ്ങനെ അള്ളാഹു അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ ലഅജ്ജല ലഹും, ലഅജ്ജല ധൃതി കൂട്ടുമായിരുന്നു, ലഹും അവർക്ക്, എന്തിനെ? അൽ അദാബ, ശിക്ഷയെ. അങ്ങനെ പടച്ചവൻ അതേ സ്പോട്ടിൽ അല്ലാഹു അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ, അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ, ലഅജ്ജല ലഹുമുൽ അദാബ, അള്ളാഹു അദാബിനെ അവർക്ക് ധൃതിയിലാക്കുമായിരുന്നു. ബൽ, പക്ഷേ, എങ്കിലും, ലഹും മൗഇദ്, ലഹും അവർക്കുണ്ട്. അങ്ങനെ പറയണം. ചെറിയ ചെറിയ വേർഡിൽ അർത്ഥം പറഞ്ഞ് ശീലിക്കുക. ലഹും അവർക്കുണ്ട്, എന്തുണ്ട്? മൗഇദുൻ, മൗഇദുൻ, ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത സ്ഥലം. രണ്ടർത്ഥത്തിലും പറയാം. ഒരു വാഗ്ദത്ത സ്ഥലമുണ്ട്, ഒരു നിർണിത സ്ഥലം അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ലൻ യജിദു, ലൻ യജിദു, അവർ കണ്ടെത്തുകയില്ല, അവർ കാണുകയില്ല. മിൻ ദൂനിഹി, അതിനെ കൂടാതെ, ഏതിനെ കൂടാതെ? ആ മൗഇദ്, മൗഇദിനെ കൂടാതെ അവർ കണ്ടെത്തുകയില്ല. മൗഇല, ഒരു അഭയസ്ഥാനം, ഒരു മൽജ, ഒരു സങ്കേതം, രക്ഷാകേന്ദ്രം, അതല്ലാതെ അവർ കണ്ടെത്തുകയില്ല.
അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. വറബ്ബുക്ക കിട്ടുന്നുണ്ടല്ലോ? അർത്ഥം കിട്ടണം. അർത്ഥമെങ്കിലും നമുക്ക് കിട്ടണം. അർത്ഥം പോലും കിട്ടാതെ നമ്മൾ ഓരോ ക്ലാസ്സിൽ ഒരാഴ്ചയിലെ ക്ലാസ്സിൽ വന്നിട്ട് കാര്യമില്ല. വിശദീകരണം ഓക്കെ, വിശദീകരണം നമ്മൾ കേൾക്കും, അത് നമുക്ക് ഓർമ്മയിലുണ്ടാവും, ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ അർത്ഥം നമ്മൾ മറക്കാൻ പാടില്ല. അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ വറബ്ബുക്ക നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. വറബ്ബുക്ക നിന്റെ രക്ഷിതാവ്, അൽ ഗഫൂറു ഏറെ പൊറുക്കുന്നവണ്. എല്ലാവരും പറയണം കേട്ടാ. വറബ്ബുക്കൽ ഗഫൂറു നിന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനാണ്. ദുർറഹ്മ കരുണയുള്ളവനാണ്. ലൗ യുആഖിദുഹും അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ ബിമാ കസബു അവർ കാരണം അവർ പ്രവർത്തിച്ചത് നിമിത്തം അള്ളാഹു അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, ലഅജ്ജല ലഹുമുൽ അദാബ് അവർക്ക് അള്ളാഹു അദാബിനെ ധൃതിയിലാക്കുമായിരുന്നു. അജ്ജല അജ്ജല ധൃതിയിലാക്കുക. ലഹും അവർക്ക് അൽ അദാബ് അദാബിനെ അള്ളാഹു അവർക്ക് ധൃതിയിലാക്കുമായിരുന്നു. ബൽ പക്ഷേ ലഹും മൗഇദ് അവർക്ക് എന്തുണ്ട്? അവർക്ക് ഒരു നിശ്ചിത സ്ഥലം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്കൊരു നിർണിത സമയം, നിശ്ചിത സ്ഥലം അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ലൈ യജിദു അവർ കണ്ടെത്തുകയില്ല. മിൻ ദൂനിഹി ആ നിശ്ചിത സ്ഥലത്തിന് പുറമെ, ആ നിശ്ചിത സ്ഥലമല്ലാതെ അവർ കണ്ടെത്തുകയില്ല. എന്ത്? മൗഇല ഒരു രക്ഷാ കേന്ദ്രം, ഒരു അഭയ സങ്കേതം അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇത് ഒരു ആയത്താണ്. സൂറത്തുൽ കഹ്ഫിലെ 59-ാമത്തെ ആയത്ത് ആണ്, 58-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഖുർആനിൽ ഇതേപോലെ ഒരുപാട് ആയത്ത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇതേ രൂപത്തിൽ ഇതേ അർത്ഥത്തിലുള്ള ചില്ലറ വ്യത്യാസത്തോടു കൂടിയുള്ള ഒരുപാട് ആയത്ത്. അതിൽപ്പെട്ട 2 ആയത്ത് കൂടി നമുക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. അപ്പോൾ അത് ഒന്നുകൂടി നമുക്ക് ഖുർആനിൽ വേറെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഒന്നുകൂടി നമുക്കത് ഗ്രാഹ്യമാവും. അപ്പോൾ അതിലൊന്നാണ് സൂറത്ത് നെഹൽ 16-ാമത്തെ അധ്യായം. സൂറത്തു നെഹൽ 61-ാമത്തെ ആയത്ത്. നെഹൽ 61 എന്ന് പറയുമ്പോൾ ഖുർആനിൽ ാമത്തെ പേജ് 273 താഴെ പേജ് നമ്പർ ഉണ്ടാവും. 273 ആയത്ത് നമ്പർ 61. അപ്പോൾ ആ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടും, കുറേയൊക്കെ കിട്ടും. നമ്മളിപ്പോൾ ഈ ആയത്ത് പഠിച്ചുകൊണ്ടേ ആ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏകദേശം കിട്ടും. ചെറിയ ചില്ലറ പദങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് കിട്ടൂല, കാരണം നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഓതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഈ ഖുർആന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വലൗ യുആഖിദുല്ലാഹു الناس ബിളുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബത്തിൻ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. പേജ് നമ്പർ 273, ആയത്ത് നമ്പർ 61. ആയത്തിന് ശേഷമാണ് ആയത്തിൻ്റെ നമ്പർ ഉണ്ടാവുക കേട്ടോ. ഒരായത്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നമ്പർ. അപ്പം നിങ്ങൾക്കൊന്ന് കിട്ടുന്നുണ്ടോ നോക്കിയാൽ വലോ യുആഖിദുല്ലാഹു നാസ ബിളുൽമിഹിം. അത് നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ച് നോക്ക്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്ക്. വലോ യുആഖിദുല്ലാഹു നാസ ബിളുൽമിഹിം മാ തറക അലൈഹ മിൻ ദാബ്ബ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിം. ഏകദേശം കിട്ടുന്നില്ലേ? കുറച്ച് സാമ്യമില്ലേ? ഉണ്ട്. അതിൽ പറഞ്ഞ പല പദങ്ങളും ഈ ആയത്തിലുണ്ട്. വലോ എന്താലോ
എങ്കിൽ നമ്മൾ പഠിച്ചതാണ്. യുആഹിദുല്ലാഹു ആഹദ യുആഹിദു പിടികൂടിയിരുന്നുവെങ്കിൽ ആര്? അള്ളാഹു. ആരെ? അന്നാസ ജനങ്ങളെ പിടികൂടിയിരുന്നുവെങ്കിൽ ബിദുൽമിയും ബിമാ കസബു എന്ന് പറഞ്ഞല്ലേ, അതാണ്. അത് വേറെ രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ബിദുൽമിയും. എന്നിട്ടല്ല പറയാൻ, അങ്ങനെ അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ മാ തറക്ക അലൈഹ മിൻ ദാബ, മാ തറക്ക ഒഴിവാക്കുമായിരുന്നില്ല. അല്ല പറയാണ് മാ ഇല്ല, തറക്ക ഉപേക്ഷിക്കുമായിരുന്നില്ല, അലൈഹ ഭൂമിയിൽ, മിൻ ദാബത്തിൻ ഒരു ജീവിയെയും ഒരു ജീവനുള്ള വസ്തുക്കളെയും അള്ളാഹു ഒഴിവാക്കുമായിരുന്നില്ല. എന്നുവെച്ചാൽ എല്ലാത്തിനെയും അള്ളാഹു പിടികൂടി ശിക്ഷിക്കുമായിരുന്നു. വലാക്കിൻ, എന്താ വലാക്കിൻ? അവിടെ പഠിച്ചത് എന്താ വലാക്കിൻ? പക്ഷെ ബല്ലാണ് പഠിച്ചത് അല്ലേ? ബല്ലിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ലാക്കിൻ. കണ്ട, മാറി വന്നേ ഉള്ളൂ, ആശയം സെയിമാണ്. വലാക്കിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ. എന്താ അഖറ യുഅഖിറു? യുഅഖിറുഹും അവരെ അവൻ പിന്തിപ്പിക്കും. ഇലാ അജലിൻ മുസമ്മ. എന്താ ഇലാ അജലിൻ മുസമ്മ? ഒരവധി വരെ, ഒരു പേര് വെറുക്കപ്പെട്ട നിർണിതമായ ഒരവധി വരെ അള്ളാഹു അവരെ പിന്തിപ്പിക്കുകയാണ്. അള്ളാഹു അവർക്ക് സമയം കൊടുക്കുകയാണ്. കാരണം എന്താ അള്ളാഹു അവർക്ക് സമയം കൊടുക്കുന്നത്? റബ്ബുക്കൽ ഗഫൂറു റഹ്മ. അതാണ് കാരണം. അവർ അക്രമത്തിൽ മുഴുകാനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അവർ തൗബ ചെയ്യട്ടെ, അവർ പശ്ചാത്തപിക്കട്ടെ, അവരെൻ്റെ അരികിലേക്ക് ദുഃഖിച്ചു വരട്ടെ, ഖേദിക്കട്ടെ. അള്ളാഹുവരെ നരകത്തിലിട്ട് ശിക്ഷിക്കാനല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത്, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കാനാണ്. അപ്പം സമയം കൊടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. എന്നിട്ടല്ല പറയുക ഫഇദാ ജാഅ അജലുഹും, ഫഇദാ ജാഅ അജലുഹും. ഫഇദാ ജാഅ, എന്താ ജാ? വന്നു. ഇദാ ജാഅ വന്നാൽ, അജലുഹും അവരുടെ അവധി, അവരുടെ സമയം അങ്ങ് വന്നു കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂൻ അള്ളാഹ് പിന്തിക്കൂല. പിന്നെ അള്ളാഹ് പിന്തിക്കൂല. പിന്നെ അള്ളാഹ്ക്ക് അവധി കൊടുക്കും, അവർക്ക് അവധി കൊടുക്കൂല, സമയം കൊടുക്കൂല. സാ അല്പസമയം പോലും. ലാ യസ്തഖ്ദിമൂൻ മുന്തികയില്ല, പിന്തികയില്ല. അപ്പോൾ ഇതൊരു ആയത്താണ്. ഈ ആയത്തുമായി നമ്മൾ കണക്ട് ചെയ്ത് പറയേണ്ട ഒരു ആയത്താണ് ഈ ആയത്ത്. അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് 2-3 പേജ് മുമ്പിൽ 260 ആയത്ത്, 260 പേജ്, സൂറത്തു ഇബ്രാഹിം. 260 പേജ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ലാസ്റ്റ് ആയത്ത് 42 ആയത്ത്, 42 ആയത്ത്. ഇതേ സാമ്യമുള്ള ഒരായത്താണ്. അപ്പോൾ ഈ 2 ആയത്ത് മാത്രമാണ് ഇതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ നോക്കുന്നത്. ഒരുപാട് ആയത്തുണ്ട്, എല്ലാം കൂടി നമുക്ക് നോക്കാൻ സമയമില്ല. നോക്ക്, വലാ തഹ്സബൻ അല്ലാഹ്. ഞാൻ ആദ്യം ഒന്ന് ബോധം, നിങ്ങളതിൻ്റെ അർത്ഥം ഒന്ന് നോക്ക്, ഒന്ന് ചിന്തിക്ക്. വലാ തഹ്സബൻ അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. വലാ തഹ്സബന്ന എന്താ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയണം, അവരുടെ അക്രമവും അവരുടെ ധിക്കാരവും അവരുടെ ക്രൂരതകളും കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അള്ളാഹു അവരെ ശിക്ഷിക്കാത്തത്? അള്ളാഹു അവരെ കാണുന്നില്ലേ? അള്ളാഹു അവരെ അറിയുന്നില്ലേ? എന്നൊക്കെ ഇങ്ങനെ സ്വാഭാവികമായും മുസ്ലിങ്ങൾ കൊണ്ട് മനസ്സിലുണ്ടാകുന്ന ഒരു ആശങ്ക, ഒരു സംശയം, അതിനുള്ള മറുപടിയാണ് വലാ തഹ്സബൻ അല്ലാഹ്. നീ തീർച്ചയായും വിചാരിക്കരുത് അള്ളാഹുവിനെ ഗാഫിലൻ, അവൻ അശ്രദ്ധനാണെന്ന് വിചാരിക്കരുത്. അള്ളാഹ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അള്ളാഹ് ഒന്നും കാണുന്നില്ല, അള്ളാഹ് ഒന്നും അറിയുന്നില്ല എന്ന് നീ അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കരുത്. എന്തിനെ സംബന്ധിച്ച്? അമ്മാ യഅമലു ളാലിമൂൻ, അമ്മ ഒന്നിനെ സംബന്ധിച്ച്, യഅമലു അവരെന്ത് ചെയ്യുന്നു?
പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ആര്? അള്ളാലിമുൻ, ആ അക്രമകാരികൾ, ദുൽമു ചെയ്ത ആളുകൾ. അക്രമകാരികൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കരുത്. അതൊരു നല്ല ആയത്താണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഏത് കാലഘട്ടത്തിലും സമയത്തും മുസ്ലിങ്ങൾക്ക് എപ്പോഴും അക്രമത്തിനും പീഡനങ്ങൾക്കും വിധേയരാകുന്ന സമയത്ത്, അത് സംസാരത്തിലൂടെ ആവട്ടെ, ശാരീരികമായിട്ടാവട്ടെ, മാനസികമായിട്ടാവട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈമാനിനെ പിടിച്ചു നിർത്തുന്ന ആയത്താണ് ഇതൊക്കെ. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ഈമാനിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചൊരു മോശമായ വിചാരങ്ങൾ മനസ്സിലേക്ക് പിശാചിട്ട് തരും. ഹുസ്നുൽ ലന്ന് പോവും, നല്ല വിചാരം പോവും. അപ്പം നമ്മളെ സംബന്ധിച്ച്, അള്ളാഹിനെ സംബന്ധിച്ച് ഒരു ഹുസ്ന്, ഒരു നല്ല ഒരു വിചാരം, അള്ളാഹിനെ കുറിച്ചൊരു മോശ വിചാരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഖുർആനിലേക്ക് നമ്മൾ വരണം, ഖുർആൻ പഠിക്കണം. എന്നിട്ടല്ല പറയാണ്, ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഇന്നമാ തീർച്ചയായും യുഅഖിറുഹും, അഖറ നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്തിപ്പിക്കുക, നീട്ടിവെക്കുക. അവരുടെ കാര്യം അള്ളാഹു നീട്ടിവെക്കുന്നത് ലിയൗമിൻ, ഒരു ദിവസത്തിലേക്കാണ്. ഒരു ദിവസത്തിലേക്ക് അള്ളാഹു അവരുടെ കാര്യം നീട്ടിവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? തശ്ഖസു ഫീഹിൽ അബ്സാർ. ആ ദിവസത്തിൽ അവരുടെ കണ്ണുകൾ ഇങ്ങനെ തുറിച്ചു നോക്കുമെന്നാണ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗമില്ലേ, ആ രംഗത്തെക്കുറിച്ച് അള്ളാഹു പറയാണ്. സൂറന്ന കാഹളത്തിൽ ഊറുന്ന സമയത്ത് അവർ ഖബറിൽ നിന്ന് കണ്ണുകൾ തുറിച്ചുകൊണ്ടാണ്, ഭയവിഹുലരായിക്കൊണ്ടാണ് അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നാണ്. അതോടുകൂടി അവരുടെ ആ അവസ്ഥ, മരണത്തോടു കൂടിയാണ് അവരുടെ ശരിക്കും അവരുടെ അവസ്ഥ തുടങ്ങുന്നത്, അവരുടെ ശിക്ഷ ആരംഭിക്കുന്നത്. അപ്പം മരണം വരെ അള്ളാഹു അവർക്കിങ്ങനെ നീട്ടിക്കൊടുക്കും. മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അള്ളാഹു പിടികൂടുകയാണ്. ഒരുപാട് ആയത്തുണ്ട്, അത് നമുക്ക് ഇനി നോക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ സൂറത്തിലേക്ക് നമുക്ക് പോകാം. സൂറത്തുൽ കഹ്ഫ് അടുത്ത ആയത്ത് നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമൂ وجعلنا لمهلكهم موعدا وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا
വതിൽക്കൽ ഖുറ. വാക്ക് അവിടെ പ്രത്യേക അർത്ഥമില്ല, ഇബ്തിദായിയ, തുടക്കത്തിലുള്ള ഒരു അക്ഷരമാണ് അവിടെ ഇസ്തിനാഫിയ. തിൽക്കൽ ഖുറ മുല തുടങ്ങുന്നത്. തിൽക്കൽ ഖുറ എന്താ തിൽക്ക എന്ന് പറഞ്ഞാൽ? തിൽക്ക ഇസ്മുൽ ഇഷാറയാണ്, സൂചകനാമം. തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. അത് ആ എന്നർത്ഥമുണ്ട്. അത് എന്നതിനും പറയും ആ, അല്ല അതുപോലെ തന്നെ അവൾ എന്നർത്ഥമുണ്ട്. മൂന്നർത്ഥമുണ്ട്. അവൾ, ആ, അത്. ഇപ്പം ഇവിടെ തിൽക്കൽ ഖുറ, ഖുറയാണ് ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നത്. തിൽക്കൽ ഖുറ. കറിയത്ത് നീളില്ലേ, കറിയത്ത് അതിൻ്റെ ബഹുവചനമാണെന്ത്? ഖുറ. കറിയത്തെന്ന് പറഞ്ഞാൽ നാട്, രാജ്യം, ഗ്രാമം എന്നൊക്കെയാണ് അർത്ഥം കറിയത്ത്. ഖുറ എന്ന് പറഞ്ഞാൽ നാടുകൾ, ആ നാടുകൾ, ആ രാജ്യങ്ങൾ. തിൽക്കൽ ഖുറ എന്താ അർത്ഥം? ആ രാജ്യങ്ങൾ, ആ നാടുകൾ. അഹ്ലക്നാഹും, അഹ്ലക്നാഹും. ഹുമ്മ് നേരത്തെ വന്നു അല്ലേ? അവരെ, ഹുമ്മ് അവരെ. അപ്പം അഹ്ലക്ക എന്ന് പറഞ്ഞാൽ ഹലക്ക എന്ന് ಹೇಳಿല്ലേ? ഹലക്ക എന്ന് പറഞ്ഞാൽ നശിച്ചു. ഹലക്ക നശിച്ചു. ഹലാക്ക് എന്ന് ಹೇಳಿല്ലേ? ഹലാക്കാക്കി. നമ്മൾ സാധാരണ സംസാരത്തിൽ പറയുന്ന ഒരു പദമാണ് ഹലാക്ക്, നാശം. ഹലക്ക നശിച്ചു. അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. അഹ്ലക്ക നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? അഹ്ലക്ന, നാം. അഹ്ലക്ന അല്ല പറയാം. വതിൽക്കൽ ഖുറ, ആ നാടുകൾ, ആ രാജ്യങ്ങൾ. അഹ്ലക്നാഹും, അവരെ നാം എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. അവരെ നാം ശിക്ഷിച്ചിട്ടുണ്ട്. ലമ്മ ലലമു, ലമ്മ ലലമു, ലമ്മ ലലമു. ലുൽമ് എന്ന് പറയുന്നത് എന്താ? കുറേ പ്രാവശ്യം ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. ലുൽമ്, അക്രമം. ലുൽമ്, അക്രമം. ലലമ അതാണ് ഫെയില്. ലലമ എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു, അക്രമം പ്രവർത്തിച്ചു. ലലമ, 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 ലലമു, അവർ അക്രമം പ്രവർത്തിച്ചു. ലമ്മ ലലമു, ലമ്മ ലലമു, അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ. ലമ്മ എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം ഹീന, ലർഫാണ്. ഹീന എന്ന് പറഞ്ഞാൽ അപ്പോൾ. ലമ്മ ലലമു, അക്രമം പ്രവർത്തിച്ചപ്പോൾ. അപ്പം അവരാണ് കുറ്റക്കാർ. അല്ല ലാലിമായതുകൊണ്ടല്ല, അല്ല അക്രമിയായതുകൊണ്ടല്ല. അല്ല എന്താ അവർ ശിക്ഷിച്ചത്? ലമ്മ ലലമു, അവരക്രമം പ്രവർത്തിച്ചപ്പോഴാണ് അവരല്ലാഹു ശിക്ഷിച്ചത്. അഹ്ലക്ന, നാം അവരെ നശിപ്പിച്ചു. ലമ്മ ലലമു, അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ. എന്നിട്ടുള്ള പറയാ വജഅൽന, വജഅൽന, വജഅൽന നാം ആക്കി. ജഅല, വാവ് അവിടെ ആത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥമാണ്. ആൻഡ് വജഅൽന, നാം ആക്കുകയും ചെയ്തു. ജഅല എന്ന് പറഞ്ഞാൽ ആക്കി. ജഅല ആക്കി. ആരാക്കി? നാം ആക്കി. അല്ല പറയാണ് നാം ഉണ്ടാക്കി അല്ലെങ്കിൽ ആക്കി, ഏർപ്പാടാക്കി. വജഅൽന നാം ആക്കിയിരിക്കുന്നു. ജഅല ആക്കി. ജഅൽന നാം ആക്കി. വജഅൽന നാം ആക്കുകയും ചെയ്തു. ലിമഹ്ലിക്കിഹിം, ലിമഹ്ലിക്ക്, മഹ്ലിക്ക് എന്ന് പറഞ്ഞാൽ ഹലാക്ക്. എന്താ ഹലാക്ക്?
നാശം, അവരുടെ നാശത്തിന്. ലി മഹ്ലിക് മസ്തർ മീമിയാണ്. അവരുടെ നാശത്തിന്. മഹ്ലിക്ക് ഹിം, ഹിം എന്ന് പറഞ്ഞാൽ അവർ. മഹ്ലിക്ക് അവരുടെ നാശം, മഹ്ലിക്ക് ഹിം, ലി ഹലാക്കിഹിം, അതാണ് അതിൻ്റെ മാന. ലി ഹലാക്കിഹിം, അതാണ് നമ്മൾ സാധാരണ സിമ്പിൾ വേർഡിൽ പറയുമ്പോൾ ലി ഹലാക്കിഹിം. അവരുടെ ഹലാക്കിന്, അവരുടെ നാശത്തിന് നാം ആക്കി. വജഅൽനാ, നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. ലി മഹ്ലിക്കിഹിം, അവരുടെ നാശത്തിന്, അവരുടെ നാശത്തിന്, അവരുടെ ഹലാക്കിന് നാം ആക്കി, നാം ഉണ്ടാക്കി, നാം ഏർപ്പാടാക്കി. എന്ത്? മൗഇദ. മൗഇദ കഴിഞ്ഞ ആയത്തിൽ വന്നിട്ടുണ്ട്. മൗഇദ് ഒരു നിശ്ചിത സമയം, ഒരു നിർണിതമായിട്ടുള്ള ഒരു സമയം നാം അവർക്ക്, അവരുടെ നാശത്തിന് നാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഇതാരോടായി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വചനമാണ്. അപ്പം നബിയെ, ഇത് നബിയോടാണ് പറയുന്നതെങ്കിലും വതിൽക്കൽ ഖുറ, അപ്പോൾ ഇവിടെ ഗ്രാമങ്ങൾ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. തിൽക്കൽ ഖുറ, ആ ഗ്രാമങ്ങൾ. അപ്പോൾ ഇത് പറയുന്നുവെങ്കിൽ അവർക്കിതിന് മുമ്പ് ഈ നാട് അറിയണം, പരിചയമുണ്ടാവണം. അപ്പോൾ അവർക്കറിയാം ഏത് നാടാണെന്നുള്ളത്. ഇപ്പം മക്കയിലെ അറബികൾ കച്ചവടത്തിന് എങ്ങോട്ടാണ് പോയിട്ടുണ്ട്? കച്ചവടക്കാരായിരുന്നല്ലോ. അവർ ഷാമിലേക്ക് പോകും അല്ലേ? ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ കൂടി ചേർന്ന്, സിറിയ, ജോർദാൻ, യമൻ, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ കൂടി ചേർന്നാണ് യമൻ എന്ന് പറയുന്ന രാജ്യത്തേക്കും ഒരു യാത്ര പോകും കച്ചവടത്തിന്. ഷാമിലേക്ക് പോകും, സിറിയയിലേക്ക് പോകും. അപ്പോൾ ഈ രാജ്യങ്ങളിലേക്കൊക്കെ അവർ പോകുമ്പോൾ അവരുടെ മുമ്പ് നശിപ്പിക്കപ്പെട്ട സമുദായത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർ കാണുന്നുണ്ട്. ഇപ്പം യമനിലേക്ക് പോകുന്ന സമയത്താണ് അഹ്കാഫ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അഹ്കാഫിൽ ഏത് നബിയാണ് അയക്കപ്പെട്ട്? അഹ്കാഫിലേക്ക് വന്ന നബിയുടെ പേരെന്താ? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹ്കാഫിലാണ് വന്നിരുന്നത്, യമനിലെ അഹ്കാഫിൽ. അപ്പോൾ ആ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരതിൻ്റെ അരികിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് അവരാ രാജ്യം കണ്ടിട്ടുണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അതവർ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കേണ്ടത്? അവർക്ക് മാനസാന്തരമാണ് വരേണ്ടത് അല്ലേ? കേൾവിയേക്കാളും വലുതാണെന്ത്? കാഴ്ച. കാണുമ്പോൾ അവർ പെട്ടെന്നത് മനസ്സിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ അവർ കൂടുതൽ വിനയാനിതരാകണം, അവർ ചിന്തിക്കണം, അക്രമം പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ സമുദായത്തെ അള്ളാഹു എന്ത് ചെയ്ത് നശിപ്പിച്ചത്. എങ്ങനെ നശിപ്പിച്ചത്? ഹൂദ് നബിയുടെ ജനതയെ സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാം, 7 രാത്രിയും 8 പകലും തുടർച്ചയായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. ശക്തമായ കാറ്റ്, 7 രാത്രി 8 പകലും. ഈത്തപ്പനത്തടി വീഴുന്നത് പോലെയാണ് അവരെന്ത് ചെയ്ത്? അവർ വീണതെന്നാണ്. അപ്പം ഇവരെക്കാളും ശക്തന്മാരായിരുന്നു അവർ, മക്കയിലെ മുശ്രിക്കുകളെക്കാളും ശാരീരികമായും എല്ലാം. ഇറാഖിൽ വന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗമ് 950 വർഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ദാവത്ത് നടത്തി അല്ലേ? 950 വർഷം. അപ്പോൾ അവരുടെ ആയുസ് എത്രയാണ്? 950 വർഷം ദാവത്ത് നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ശാരീരിക പ്രകൃതി എങ്ങനെയായിരിക്കും? അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും? പക്ഷെ അള്ളാഹു അവരെ പ്രളയത്തിൽ മുക്കി നശിപ്പിച്ചില്ലേ? നശിപ്പിച്ചു. അപ്പം അള്ളാഹു പറയാണ് വതിൽക്കൽ ഖുറ, ആ നാട്ടുകാർ. ഇപ്പം ഖുറ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ, അഹ്ലുൽ ഖറിയ എന്നാണ്. അഹ്ലുൽ ഖറിയ, ആ നാട്ടുകാർ, ആ രാജ്യക്കാർ, ആ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ. അഹ്ലക്കിനാഹും, അവരെ നാം നശിപ്പിച്ചു. ലമ്മ ലലമോ, അവർ ദുൽമു ചെയ്തപ്പോൾ, അക്രമം പ്രവർത്തിച്ചപ്പോൾ. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ,
വജഅൽനാ നാം ഏർപ്പെടുത്തുകയും ചെയ്തു ലിമഹ്ലികിഹിം അവരുടെ ഹലാക്കിന് അവരുടെ നാശത്തിന് മൗഇദ ഒരു നിശ്ചിത സ്ഥലം അല്ലെങ്കിൽ നിശ്ചിത സമയം നാം ഏർപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് സൂറത്ത് സാഫാത്തിൽ അള്ളാഹു പറയുന്നത്, ഇപ്പം ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഒരായത്ത് അത് നിങ്ങൾ നോക്കണ്ട, ഞാൻ വായിക്കാം. വഇന്നക്കും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ വബില്ലൈലി അഫലാ തഅഖിലൂൻ. അള്ളാഹു ഇവരോട് പറയുകയാണ്, മക്കയിലെ മുശ്രിക്കുകളോട്, നിങ്ങൾ ലതമുറൂന നിങ്ങൾ സഞ്ചരിക്കുന്നവരായിരുന്നു, നിങ്ങൾ കടന്നു പോകുന്നവരായിരുന്നു, അലൈഹിം ഇവരുടെ അടുത്തുകൂടി, മുസ്ബിഹീൻ പ്രഭാതത്തിൽ. ഏത് സമയത്ത്? പ്രഭാതത്തിൽ നിങ്ങളും നിങ്ങളുടെ കച്ചവട സംഘവുമായിട്ട് നിങ്ങളിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് രാവിലെ. വബില്ലൈലി പിന്നെ എപ്പോഴാ? രാത്രിയിലും. ഈ രാജ്യത്ത് വസിക്കുന്ന ആളുകളുടെ അടുത്തുകൂടി, നശിപ്പിക്കപ്പെട്ട ആ രാജ്യത്തുകൂടി. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, അഫലാ താഖിലൂൻ, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇപ്പം നമ്മൾ ഈ കേരളത്തിലൊക്കെ ചില സമയത്ത് ഇതിനു മുമ്പൊക്കെ ഡോക്ടർ അബ്ദുൾ റസാഖ് സുല്ലമിയുടെ ഒരു ഖുർആൻ ചരിത്രഭൂമിയിലൂടെ എന്നൊരു വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുമ്പ് പഴയ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ഒരുപാട് കേരളത്തിലെന്നല്ല ഈ ലോകത്ത് തന്നെ ഒരുപാട് കോളടക്കമുണ്ടാക്കിയ, ജനശ്രദ്ധ ആകർഷിച്ച, അതിൻ്റെ പിന്നീട് പിന്നെ ഇംഗ്ലീഷിലും ഒക്കെ പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഖുർആൻ ചരിത്രഭൂമിയിലൂടെ. നിങ്ങൾക്കതൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂട്യൂബിലുണ്ടാവും. അത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ ഖുർആൻ ചരിത്രഭൂമിയിലൂടെ. അത് നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് കാണണം. അത് നിങ്ങൾക്ക് അസാബുൽ കഹഫൊക്കെ ഇല്ലേ, അവരുടെ അസാബുൽ കഹഫിൻ്റെ ഗുഹ, അത് നിങ്ങൾ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇങ്ങനെ ഒന്ന് കൈവക്കിക്കേ, പോയിട്ടുള്ള ആളുകൾ. മാഷാ അല്ലാ. ഇനി നിങ്ങളങ്ങനെ ഖുർആൻ ചരിത്രഭൂമിയിലൂടെ അത് നമ്മുടെ ചില പണ്ഡിതന്മാരുടെ കീഴിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ആളുകളൊന്ന് പോവുക. അങ്ങനെ പോയാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും? വർദ്ധിക്കും. ഈമാനെ പുതുക്കാൻ നമുക്ക് സാധിക്കും. സത്യമായി നമ്മുടെ മുമ്പിൽ അത് നമ്മൾക്കത് കണ്ടുകൊണ്ടിങ്ങനെ കാണാൻ പറ്റും ഓരോന്നും. അസാബുൽ കഹഫിൻ്റെയൊക്കെ ഗുഹാവാസികളുടെ ഒക്കെ ഭാഗത്തൂടെ പോയില്ലേ? മദായിൻ സാലിഹ്. മദായിൻ സാലിഹ് സാലിഹ് നബിയുടെ ജനത താമസിച്ചിരുന്ന സ്ഥലമാണ്. സാലിഹ് നബിയൊക്കെ സൗദി അറേബ്യയിൽ ചില ഭാഗത്തേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. ജോർദാനിലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സമുദായം ജോർദാനിലായിരുന്നു. സദൂം ചാവുകടലല്ലേ, ചാവുകടൽ, അതൊക്കെ ഇന്നുമുണ്ട്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കുൽ സീറു ഫിൽ അർദ്. എന്താ കുൽ സീറു ഫിൽ അർദ്? നബിയെ പറയുക, സീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാം. സഞ്ചരിക്കുക, ടൂറ് പോകാം, വിനോദയാത്രകളൊക്കെ പോകാം, അതൊന്നും ഇസ്ലാം വിലക്കിയിട്ടില്ല. പക്ഷേ അള്ളാഹു നമ്മളെ പ്രോത്സാഹിപ്പിച്ചൊരു യാത്രയാണ് സീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ. അത് അള്ളാഹിന്റെ കൽപ്പനയാണ്. സീറു, നിങ്ങൾ പോ, യാത്ര പോ, നിങ്ങൾ സഞ്ചരിക്കുക. എന്നിട്ട് വകൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ൽ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കാണും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പര്യവസാനം, അവരുടെ ആഖിബത്ത്, അവരുടെ അവസ്ഥ അതെങ്ങനെയായിരുന്നു എന്ന് അത് നിങ്ങൾ നോക്കിക്കാണും, കണ്ടുപഠിക്കുക. ഫിറഔൻ അല്ലേ, ഫിറഔൻ കണ്ടുപഠിക്കുക. അതിനുവേണ്ടി അള്ളാഹു അത് സംരക്ഷിച്ച് നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും എന്നിട്ട് മനസ്സിലാക്കുക. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അത് നമ്മൾ പറയണം. അത് പറയുമെന്നാണ്. അള്ളാഹുവിൽ വിനയമുള്ള ആളുകൾ, റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ മനസ്സിലാക്കിയ ആളുകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കും. അവരത് കാണും. കാണുമ്പോൾ അവർ മനസ്സിലാകും അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ അധികാരം, അള്ളാഹുവിൻ്റെ കഴിവ്, മനുഷ്യരുടെ ദുർബലത, അവരുടെ നിസ്സഹായത, അതവരുടെ കൺമുന്നിൽ അവർ കാണും. അപ്പോൾ അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, പടച്ച തമ്പുരാനെ, മാ ഖലഖത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല,
വെറുതെ പടച്ചതല്ല, നീ വെറുതെ കളിയായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ് റബ്ബേ. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്വർഗവും നരകവും നീ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ ഫഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ യാത്രകൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന യാത്രയായിരിക്കണം. നമ്മളിപ്പോൾ ടൂർ പോകും, നമ്മുടെ മക്കളുമായിട്ട് യാത്ര പോകും, നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പോകാറുണ്ട്, അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. പക്ഷെ അവിടെ നിന്ന് അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് അതിലൂടെ ഇങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ്. അല്ലാഹുവിനെ നമ്മൾ ഓർക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ സഞ്ചരിക്കാൻ, പഠിക്കാൻ വേണ്ടി നിങ്ങൾ സഞ്ചരിക്കാൻ അല്ലാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ അതാണല്ലോ പറഞ്ഞു വത്തിൽക്കൽ ഖുറ, ആ നാട്ടുകാർ, അതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. അഹ്ലുൽ ഖുറയാണ് ആ നാടുകൾ എന്ന് പറഞ്ഞാൽ, ആ നാട്ടുകാർ. വത്തിൽക്കൽ ഖുറ, ആ നാടുകൾ. അഹ്ലക്നാഹും, ഇത് അഹ്ലക്നാഹും, അവരെ നാം നശിപ്പിച്ചിരിക്കുന്നു, അവരെ നാം നശിപ്പിച്ചു. ലമ്മാ വലമു, അവർ ദുൽമു ചെയ്തപ്പോൾ, അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, വജഅൽന, എന്താ വജഅൽന, നാം ആക്കി, ജഅല ആക്കി, ജഅൽന നാം ആക്കി, ലിമഹ്ലികിഹിം അവരുടെ നാശത്തിന്, മൗഇദൻ ഒരു നിശ്ചിത സമയം. ഇപ്പോൾ ഈ മൗഇദ് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടെ രണ്ട് അഭിപ്രായമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു നിശ്ചിത സമയം അള്ളാഹു ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഒന്ന് യൗമു ബദ്റാണ്. യൗമു ബദ്ർ, ബദറിൻ്റെ ദിനത്തിലാണ് മക്കയിലെ മുശ്രിക്കുകളുടെ ചില നേതാക്കന്മാരെയൊക്കെ അള്ളാഹു എന്ത് ചെയ്തത്, പിടികൂടിയത്. അങ്ങനെ ഒരു അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. അതിലാരൊക്കെ വധിക്കപ്പെട്ട്? ഒന്ന് അബൂജഹൽ, ഇസ്ലാമിനെതിരിൽ ശക്തമായി ദ്രോഹിച്ച ആളാണ്. ഉഖബത്ത് ബിൻ അബി മുഅയ്ത്, മുസ്ലിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ച ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ക്രൂരന്മാരെയൊക്കെ ബദറിൻ്റെ ദിനത്തിൽ തന്നെ പടച്ചവൻ പിടികൂടി. അള്ളാഹു അവർക്ക് നിശ്ചയിച്ച് വെച്ച മൗഇദ്, അള്ളാഹു അവർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ മൗഇദ്, വാഗ്ദത്ത സ്ഥലം. അങ്ങനെ ഒരു അഭിപ്രായവും പണ്ഡിതന്മാർ ഈ ആയത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ആയത്തിൽ കൂടുതൽ ഞാൻ എടുക്കുന്നില്ല. കാരണം നമ്മളിനി അടുത്ത ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള യാത്രയുമായി ബന്ധപ്പെട്ടൊരു വലിയ ചരിത്രം വരികയാണ്. അപ്പോൾ അത് കുറേ ആയത്തുകൾ നീണ്ടു നിൽക്കുന്നുണ്ട്. കുറേ ഉപദേശങ്ങൾ, ഹിക്മത്തുകൾ, ഒരുപാട് തത്വങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആയത്തുകളാണ് ഇനി വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശക്തമായ താക്കീതുകൾ നിറഞ്ഞു നിൽക്കുന്ന ആയത്തുകൾ ഈ ആയത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനി വരുന്ന ആയത്തുകൾ മറ്റു ചില ഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി അറബികൾ പൊതുവെ പറയാറുള്ളൊരു കാര്യമുണ്ട്, അത് ഹദീസല്ല, അവരുടെ വാക്കുകൾ. ഇന്നല്ലാഹ യുംഹിൽ വലാ യുഹിമിൽ, തീർച്ചയായും അല്ലാഹു യുംഹിൽ, അവൻ ചില വിഷയങ്ങളിൽ സാവകാശം കാണിക്കും. അള്ളാഹുവിൻ്റെ ഒരു സ്വഭാവമാണത്. അള്ളാഹു സാവകാശം കാണിക്കും. വലാ യുഹിമിൽ, അതിൻ്റെ അർത്ഥം അള്ളാഹു അതിനെ അവഗണിച്ചു എന്നല്ല, അള്ളാഹു അത് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല. എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ യുംഹിൽ, തീർച്ചയായും അള്ളാഹു സാവകാശം കാണിക്കും. അത് ചിലപ്പോൾ നന്മയുടെ വിഷയത്തിലായിരിക്കും. ഒരു നന്മ, ഒരുപാട് ആൾ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോയി, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് പഠിച്ച് ജോലിക്ക് പോയി, പെട്ടെന്ന് ജോലി കിട്ടിക്കൊള്ളണം എന്നില്ല. അള്ളാഹു ഒരു സാവകാശം, അവനെ അള്ളാഹു ചിലപ്പോൾ പരീക്ഷിക്കും. അവൻ്റെ മൈൻഡ് എന്താണ്, അവൻ്റെ വിചാരം എന്താണെന്ന് മനസ്സിലാക്കാൻ. പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. കഠിനമായ രോഗം ബാധിച്ച് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് ആ രോഗം ഷഫിയായി കൊള്ളണമെന്നില്ല. അള്ളാഹു കുറേ ദീർഘമായ സമയം അവന് കൊടുക്കും, ഒരു സാവകാശം അള്ളാഹു. പക്ഷെ അതിൻ്റെ അർത്ഥം അത് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല. വിശ്വാസികൾക്കത് ഖൈറാണ്, വിശ്വാസികൾക്കത് ഖൈറാണ്, കൂടുതൽ സമയം അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വലാ യുഹ്മിൽ, അള്ളാഹു അവനെ അവഗണിക്കുകയില്ല. അള്ളാഹു അത് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അതിനർത്ഥം. ചില ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് സാമ്പത്തികമായി തകർന്ന് ഒരു ബിസിനസ് തുടങ്ങി, അത് പൊളിഞ്ഞ് അടുത്ത ബിസിനസ് വീണ്ടും തുടങ്ങി, അത് തകർന്ന് ചിലപ്പോൾ 1, 2, 3 ബിസിനസ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബിസിനസ്സിൽ ആ മനുഷ്യൻ രക്ഷപ്പെടുന്നത്.
അള്ളാഹു അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പരീക്ഷണം എന്ന നിലക്ക് കുറച്ച് പ്രയാസങ്ങൾ ആ മനുഷ്യന് കൊടുക്കും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തിൻ്റെ കൂടെയാണെന്ത്, ഒരു എളുപ്പമുള്ളത്. അത് അള്ളാഹു നമുക്ക് സംവിധാനിച്ചിരിക്കുന്ന ഒരു തത്വമാണ്. ഒരു പ്രയാസത്തിൻ്റെ കൂടെയാണ് അള്ളാഹു എളുപ്പം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് അള്ളാഹു പ്രയാസം തരും, ആ പ്രയാസത്തിൻ്റെ കൂടെയാണ് എളുപ്പം. പക്ഷെ ആ എളുപ്പം ശാശ്വതമായി കൊള്ളണമെന്നില്ല, വീണ്ടും പരീക്ഷണങ്ങൾ വരാം. പണ്ടൊരു മനുഷ്യൻ ചെറുപ്പകാലത്ത് ദാരിദ്ര്യം, പട്ടിണി, ആ മനുഷ്യൻ നാട് വിട്ട് മറ്റൊരു ദേശത്ത് പോയി അധ്വാനിച്ച് യുവത്വം മുഴുവനും അധ്വാനത്തിന് വേണ്ടി ചെലവഴിച്ചു, അധ്വാനിക്കുകയായിരുന്നു. അങ്ങനെ വാർദ്ധക്യമായപ്പോൾ സമ്പത്തുണ്ട്, പക്ഷെ എന്തില്ല, ആരോഗ്യമില്ല. ഡോക്ടർ പറഞ്ഞു ചില ഭക്ഷണങ്ങൾ കഴിക്കാം, അസുഖമാണ്, കൊളസ്ട്രോളാണ്, ഷുഗറാണ്, ചിലത് കഴിക്കാൻ പാടില്ല. അങ്ങനെ ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് പട്ടിണിയായിരുന്നു, എനിക്കൊന്നും രുചിച്ച് കഴിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. യുവത്വത്തിൽ ഞാൻ സമ്പാദിക്കുകയായിരുന്നു, ഞാൻ വാരി കൂട്ടുകയായിരുന്നു, അപ്പോഴും എനിക്ക് സുഖമായി ജീവിക്കാൻ പറ്റിയിട്ടില്ല. വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഞാൻ ആരായി, ഞാൻ രോഗിയായി. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ട് ഖനാഅത്ത് വേണം. എന്താ ഖനാഅത്ത്? തൃപ്തി. നമുക്ക് പടച്ചവൻ നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതെന്തുമായിക്കൊള്ളട്ടെ, റബ്ബ് നമുക്ക് നൽകിയത്. ഞാനിപ്പോൾ ക്ഷമകേട് കാണിച്ചാലും എൻ്റെ പ്രയാസം മാറിക്കൊള്ളണമെന്നില്ല. ഞാൻ ദുഃഖിച്ച് നടന്നാലും എൻ്റെ പ്രയാസം ആ ദുഃഖം കൊണ്ട് മാറുമോ? ഒരിക്കലുമില്ല. സാമ്പത്തികമായ പ്രയാസമുണ്ട്, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ല, ഞാൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയാണ്, അതുകൊണ്ട് ആ പ്രയാസം നീങ്ങി പോകുമോ? ഇല്ല. അതുകൊണ്ട് സബർ, ക്ഷമയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുക, മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഒരു ഹൈർ അല്ലാഹു നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ഇവിടെ പടച്ച തമ്പുരാൻ, അപ്പോൾ നമ്മുടെ ആയത്ത് സൂറത്തുൽ കഹ്ഫിലെ 59-ാമത്തെ ആയത്ത്. അപ്പോൾ അതിൻ്റെ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീർ ഇബ്നു കസീർ റഹ്മഹുല്ല ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന കൂടി ഞാൻ വായിക്കാം. അൽ ഉമമുസ് സാലിഫ, മുൻകഴിഞ്ഞ സമുദായം, വൽ ഖുറൂനുൽ ഖാലിയ, കഴിഞ്ഞ തലമുറകൾ, അഹ്ലക്കിനാഹും ബിസ്സബബി കുഫ്രിഹിം, അവരല്ലാഹു നശിപ്പിച്ചത് അവരുടെ കുഫ്ർ നിമിത്തമാണ്, അവരുടെ അവിശ്വാസ നിമിത്തം. വ ഇനാദിഹിം, അവരുടെ അഹങ്കാര നിമിത്തമാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, എന്നിട്ട് അള്ളാഹു പറയുന്നു, നാം ആക്കി വച്ചിരിക്കുന്നു ലിമഹ്ലികിഹിം, അവരുടെ നാശത്തിന് മൗഇദൻ, ഒരു വാഗ്ദത്ത സ്ഥലമുണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഅൽനാഹു ഇലാ മുദ്ദത്തിൻ മഅലൂമ ഔ വഖ്തിൻ മുഅയ്യനിൻ, ഒരു നിർണിതമായ സമയം അള്ളാഹു അവർക്ക് ഏർപ്പാടാക്കി വച്ചിരിക്കുന്നു. ലാ യസീദു വലാ യൻഖുസ്, അത് കൂടുകയുമില്ല കുറയുകയുമില്ല. ആ സ്ഥലമെത്തിയാൽ അവരെ അള്ളാഹു പിടികൂടും. ഫിറഔൻ കടലിലെത്തിയപ്പോൾ, സമുദ്രത്തിലെത്തിയപ്പോൾ അള്ളാഹു പിടികൂടിയതുപോലെ ആ സമയമെത്തിയാൽ പിന്നെ പിന്തിക്കില്ല മുന്തിക്കില്ല. വകദാലിക, അപ്രകാരമാണ് അന്തും അയ്യുഹൽ മുശ്രിക്കൂൻ, ഏ മുശ്രിക്കുകളെ, മക്കയിലെ മുശ്രിക്കുകളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. ഏ മുശ്രിക്കുകളെ, ഇഹ്ദറു, നിങ്ങൾ ജാഗ്രത പാലിക്കുക, നിങ്ങൾ സൂക്ഷിക്കുക. അൻ യുസീബക്കും മാ അസാബഹും, അവർക്ക് ബാധിച്ചത് നിങ്ങൾക്ക് ബാധിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക, അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഖദ് കദ്ദബ്തും അഷ്റഫ റസൂൽ, നിങ്ങൾ കളവാക്കിയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കളവാക്കിയിരിക്കുന്നത് അവർ കളവാക്കിയ പോലെയുള്ളൊരു പ്രവാചകനല്ല. നിങ്ങൾ കളവാക്കിയിരിക്കുന്നത് അവരെക്കാളും, അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനേക്കാളും ശ്രേഷ്ഠനായ ഒരു റസൂലിനെയാണ് നിങ്ങൾ കളവാക്കിയിരിക്കുന്നത്. വഅഅലമു നബിയ്യിൻ, ഏറ്റവും മഹാനായ ഒരു നബിയെയാണ് നിങ്ങൾ കളവാക്കിയിരിക്കുന്നത്. ശക്തമായ താക്കീതാണിത്. ഈ ആയത്തുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് തർഹീബാണ്, അല്ലേ? തഹ്ദീദ്, അള്ളാഹുവിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ്, താക്കീതാണ്. എന്നിട്ടല്ല പറയുന്നു, വലസ്തും ബി അഅസ്സ അലൈനാ മിൻഹും, അവരെക്കാൾ നിങ്ങൾ നമുക്ക് പ്രതാപവാന്മാരല്ല. അവരുടെ ആയുസ് നിങ്ങൾക്കുണ്ടോ? അവരുടെ ശാരീരിക ബലം നിങ്ങൾക്കുണ്ടോ?
അവിടെ അധികാരവും സാമ്പത്തികവും നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല. അവരെക്കാൾ നിങ്ങൾ നമുക്ക് പ്രധാനമുള്ളവർ അല്ല. ഫഹാഫു അദാബി, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അദാബിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭയപ്പെട്ടോ. വനുദിർ, എൻ്റെ മുന്നറിയിപ്പിനെയും നിങ്ങൾ സൂക്ഷിച്ചോ എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീർ ഇബ്നു കസീർ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു മക്കയിലെ മുശ്രിക്കുകൾക്ക് മാത്രമുള്ള ഒരു മുന്നറിയിപ്പല്ലിത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വരെയുള്ള മുന്നറിയിപ്പാണ്. അപ്പോൾ ഈ മുന്നറിയിപ്പ് ഇൻദാർ, രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഏതൊക്കെയാണ് രണ്ട് കാര്യം? ഒന്ന് തബ്ശീർ, ഖുർആൻ്റെ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, തബ്ശീർ, സന്തോഷ വാർത്ത അറിയിക്കും. എന്താ സന്തോഷ വാർത്ത? സന്തോഷ വാർത്ത എന്താ? വയബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന, അല്ലേ? പിന്നെന്താ? ഇൻദാർ. ഇൻദാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻദാർ, മുന്നറിയിപ്പ്, താക്കീത്, നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീത്. ഈ രണ്ട് കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചതെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ ഈ സമയത്ത്? നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ ഇസ്തിഗ്ഫാറാണ് ഏറ്റവും പ്രധാനം. എന്താണ് ഇസ്തിഗ്ഫാർ? അള്ളാഹുവിലേക്ക് പാപമോചനത്തെ തേടുക. എന്താ ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം? ഇസ്തിഗ്ഫാറും തൗബയും ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഗഫർ, പാപമോചനത്തെ തേടലാണ്, ചോദിക്കുക, ആവശ്യപ്പെടുക. ഇസ്തഗ്ഫറ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? എന്താ അസ്തഗ്ഫിറുല്ലാഹ്? അള്ളാഹുവിൻ്റെ പാപമോചനത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു എന്നാണ്. അള്ളാഹുവേ, ഞാൻ ചെയ്ത തെറ്റുകൾ നീ മറച്ചു വെക്കണം, എന്നിട്ട് അതെനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണം, അതെനിക്ക് പുറത്തു തരണം, എനിക്ക് സംരക്ഷണം നൽകണമെന്നാണ്. ഇസ്തിഗ്ഫാറിന് ഷർത്തില്ല. എന്തില്ല? ഷർത്ത്. പക്ഷെ തൗബക്ക് ഷർത്തുണ്ട്. ഇസ്തിഗ്ഫാർ ഇപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് നമുക്ക് ഏത് സമയത്തും പറയാം, തെറ്റ് ചെയ്ത സമയത്തും തെറ്റ് ചെയ്യാത്ത സമയത്തും ഒക്കെ പറയാം. പക്ഷെ ആ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ആൾക്ക് ഷർത്തുണ്ടാവില്ല. ചിലപ്പോൾ ആ മനുഷ്യൻ തെറ്റിൽ മുഴുകുന്നുണ്ടാവും, വീണ്ടും തെറ്റ് ചെയ്തുണ്ടാവും, തെറ്റിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ മനുഷ്യൻ എന്ത് പറയുന്നുണ്ട്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തൗബ അങ്ങനെയല്ല. തൗബക്ക് എന്താ? തൗബക്ക് ഷർത്തുണ്ട്. എന്താ ഷർത്ത്? ഒന്ന്, ഞാനിനി തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്നുള്ളതാണ്. ഞാൻ തിരിച്ച് തെറ്റിലേക്ക് പോവില്ല. അതാണ് ഒന്നാമത്തെ ഷർത്ത്. ഞാനിനി മടങ്ങൂല. രണ്ട്, ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഖേദം, ദുഃഖം അവൻ്റെ മനസ്സിനെ ഉണ്ടാകണം, അലട്ടണം. ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ദുഃഖം, ഒരു പ്രയാസം. മൂന്ന്, ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇത് മൂന്ന് കാലവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് തൗബ. ഈ മൂന്ന് ഷർത്തും മൂന്ന് കാലവുമായി ബന്ധപ്പെട്ടാണ്. ചെയ്ത തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് കാല? പ്രസൻ്റാണ്, അല്ലേ? ഞാനിപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ തെറ്റിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുകയാണ്. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഖേദിക്കുക, അതേത് കാലം? അത് പാസ്റ്റാണ്, കഴിഞ്ഞു പോയതാണ്. ഖേദം, ദുഃഖം, ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ, ഞാനങ്ങനെ ചെയ്തു പോയല്ലോ, ഞാനങ്ങനെ പ്രവർത്തിച്ചു പോയല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാർക്ക്. പിന്നെ മൂന്നാമത്തെ എന്താ? ഞാനിനി തിരിച്ചിനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങുകയില്ല. അതേത് കാല? അത് ഫ്യൂച്ചറാണ്. അപ്പം മൂന്ന് കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തൗബ. ആ തൗബ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. മനസ്സിലായില്ലേ? ഇതാണ് തൗബ. ഈ തൗബ നമുക്ക് അള്ളാഹു കബൂലാക്കിയാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യവാൻ ദുനിയാവിൽ വേറെ ഉണ്ടാവില്ല. അള്ളാഹു സ്വീകരിച്ചാൽ. ഇപ്പം ഏതുപോലെ നബിയുടെ ചരിത്രത്തിൽ കാണാം, ഒരു സ്ത്രീ വന്നു നബിയുടെ അടുത്ത്. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ആശങ്ക, ദുഃഖം, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല.
അങ്ങേറ്റത്തെ പ്രയാസം. പക്ഷെ ആ സ്ത്രീ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാനൊരു സിന ചെയ്തു പോയി. വേറെ ആരും ഒരു ലോകത്തൊരു മനുഷ്യനും അറിഞ്ഞിട്ടില്ലത്. പക്ഷെ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് ശിക്ഷ ചോദിച്ചു വാങ്ങാൻ നിയമമൊന്നും ഇസ്ലാമിലില്ല. പക്ഷെ എന്നിട്ടും ആ സ്ത്രീ, അതാണ് ആ തൗബേൻ്റെ ആ പവർ, ആ സ്ത്രീ നബിയുടെ അടുത്ത് നേരിട്ട് വന്നു. നേരിട്ട് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാനിങ്ങനെ ഒരു സിന ചെയ്തു പോയി, ഒരു ഹറാമ പ്രവർത്തിച്ചു പോയി, എൻ്റെ മേൽ ശിക്ഷ നടപ്പിലാക്കുക നബിയെ എന്ന്. നബി വലിയനെ വിളിച്ചു. വലിയ എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരനായിരിക്കാം, അവരുടെ പിതാവായിരിക്കാം. എന്നിട്ട് പറഞ്ഞു, അവളോട് നല്ല രീതിയിൽ പെരുമാറ്, അവളുടെ പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ പോയി അത് പ്രസവിച്ച്, അത് കഴിഞ്ഞ് അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ തിരിച്ച് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. പ്രവാചകനെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിച്ചു. ശിക്ഷ നടപ്പാക്കണ്ടേ? അതാണല്ലോ ഇസ്ലാമിലെ ശിക്ഷ. എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് രക്തമൽപ്പം തെറിച്ചു എന്നാണ്. അങ്ങനെ ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെക്കുറിച്ച് മോശമായി സംസാരിച്ചു. സിന ചെയ്ത ഒരു പെണ്ണിൻ്റെ രക്തം എൻ്റെ ശരീരത്ത് വന്ന് പതിച്ചു നബി എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ആ സ്ത്രീയെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്ത്രീയുടെ തൗബ 70 ആളുകൾക്ക് ഭാഗിച്ചു കൊടുത്താലും അത് വിശാലമാണെന്നാണ്. ഈ സ്ത്രീയുടെ തൗബ, ഈ സ്ത്രീ ചെയ്ത തൗബ എത്ര ആളുകൾക്ക്? മദീനയിലെ 70 ആളുകൾക്കിടയിൽ വിഭജിച്ചാലും ആ സ്ത്രീ ചെയ്ത തൗബ അതിനെ അതിജയിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ദുൽമ് ചെയ്ത ആളുകൾ ദുൽമ് ചെയ്യില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാർ ദുൽമ് ചെയ്യും, അക്രമം പ്രവർത്തിക്കാം, അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിക്കാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗം ഭക്ഷിച്ച സമയത്ത് ആദം നബി പ്രാർത്ഥിച്ചില്ലേ പടച്ചവനോട്, റബ്ബന ലംന അംഫുസന. കണ്ട, നമ്മുടെ ഒന്നാമത്തെ ഉപ്പുപ്പായാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എൻ്റെ നഫ്സിനോട് ദുൽമ് ചെയ്തു എന്നാണ്. ലംന അംഫുസന വൈല്ലം തഗ്ഫിർ ലനാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, അവിടെയാണ് വിഷയം. നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് കിട്ടിയില്ലെങ്കിൽ, ഞങ്ങളോട് നീ പുറത്ത് തന്നില്ലെങ്കിൽ, വൈലം തർഹംന അതർഹംന, നീ ഞങ്ങളോട് കരുണ ചൊരിഞ്ഞില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതാണ്. അപ്പോൾ മനുഷ്യൻ കുല്ലു ബനി ആദം ഹത്താവുൻ വാഹിറു ഹത്തായിന അത്തബാബുൻ, ആദമിൻ്റെ മക്കൾ തെറ്റ് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ആ തെറ്റുകളിൽ ഏറ്റവും നല്ലവനാരാണ്? അത്തബാബൂൻ, അതിൽ പശ്ചാത്തപിക്കുന്നവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ നീട്ടുക, റബ്ബിനോട് ദുൽമ് ചെയ്തു പോയത് റബ്ബിനോട് ഏറ്റുപറയുക, റബ്ബിലേക്ക് കരങ്ങൾ നീട്ടുക, എന്നിട്ട് ഖേദമുണ്ടാവുക, ഇനി ഒരിക്കലും തിരിച്ച് തെറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവില്ല എന്ന് ഹൃദയം കൊണ്ട് സമ്മതിപ്പിക്കുക, പടച്ചവനോട് തൗബ ചെയ്യുക. റബ്ബുക്കൽ ഗഫൂറു റഹ്മ, തീർച്ചയായും നിൻ്റെ റബ്ബ് ഗഫൂറാണ്, കരുണയുള്ളവനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ്സിലെ ഈ ആയത്ത്, നമ്മൾ ഇത്രയും ആയത്ത് വരെ മനഃപ്പാടമാക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ കഹ്ഫിലെ ഇത്രയും ആയത്ത് നമ്മൾ പഠിച്ച 59-ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 59-ാമത്തെ ആയത്ത് വരെ ആരെങ്കിലും ബൈഹാർട്ടാക്കിയിട്ടുണ്ടോ? മാഷാ അല്ലാഹ്. വേറെ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഇതുപോലത്തെ ഒരു ചാൻസ് ഇനി നമ്മുടെ ജീവിതത്തിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും നല്ലൊരു ചാൻസ് അള്ളാഹുവിൻ്റെ കലാമ് ആഴ്ചയിൽ നമ്മൾ ഒരായത്ത് നമ്മൾ എടുക്കുന്നുള്ളൂ. എത്ര ആയത്ത്? ഒരൊറ്റ ആയത്ത്. ആ ആയത്തത് ഒരാഴ്ച കൊണ്ട് ഒരായത്ത് പഠിക്കാൻ ഏതൊരു മനുഷ്യനും കഴിയും. അതിൻ്റെ അർത്ഥവും പഠിക്കാൻ പറ്റും, ആ ആയത്തും ബൈഹാർട്ടാക്കാൻ പറ്റും. നമ്മളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ. പ്രത്യേകിച്ച് നമ്മൾ വെള്ളിയാഴ്ച ദിവസം വന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അപ്പോൾ അത് നിങ്ങൾ പരമാവധി നിങ്ങളെല്ലാവരും അത് ബൈഹാർട്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അത് നിർബന്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ അതുകൂടി നമ്മളത് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൂറത്ത് കഴിയുന്നതോടുകൂടി സൂറത്തുൽ കഹ്ഫ് നമുക്ക് അർത്ഥത്തോടു കൂടി ബൈഹാർട്ടാക്കാൻ കഴിയുന്ന ഭാഗ്യവാനും അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അത്ര പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയും പ്രവർത്തനവും കൂടെ വേണം. ഈ ഇത്രയും ആയത്ത് നമുക്ക് കേട്ടാൽ അതിൻ്റെ അർത്ഥം പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ടാവും? അർത്ഥം
നോക്കിയിട്ട് ഖുർആൻ നോക്കിയിട്ട് ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത്രയും 59 ആയത്ത് വരെ പഠിച്ചിട്ട് ഏകദേശമൊക്കെ കഴിയും അല്ലേ? കഴിയില്ലേ? കഴിയും. അൽഹംദുലില്ലാഹ്. എത്ര ആളുകൾ റൂമിൽ കിടക്കുന്നു ഇപ്പോഴും, അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, അതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ തോണ്ടൽ അവസാനിക്കില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അനുസൃതം മരണം വരെ ആ തോണ്ടലോടുകൂടി അങ്ങനെ ജീവിക്കും, അത് അവസാനിക്കില്ല. അപ്പോൾ ഒരാഴ്ചയിൽ കുറച്ച് സമയമെങ്കിലും അള്ളാഹിൻ്റെ കലാമ് പഠിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകിയ റബ്ബിനെ നമ്മൾ സ്തുതിക്കുക, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് നല്ല ആക്കിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നിർത്താം അല്ലേ? ഇൻഷാ അല്ലാഹ്. നമുക്ക് ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സദസ്സിലൊക്കെ പടച്ചവൻ്റെ മാർഗത്തിൽ ഒരുമിച്ചൊരു സന്തോഷമാണ്. ഒരുമിച്ച് കൂടിയിരുന്ന് അവസാനം കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറുതായ രൂപത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിയുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സദഖകൾ അല്ലേ, മറ്റൊരാൾക്ക് പച്ചക്കരളുള്ള ഏത് ജീവിക്കും അതിനോട് ഹൈർ ചെയ്താൽ, അതിന് പുണ്യം ചെയ്താൽ അതിന് നന്മയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പച്ചക്കരളുള്ള ഏത് ജീവിയോടും, അതൊരു പൂച്ചയോട് പോലും, ഒരു നായയോട് പോലും കരുണ ചെയ്താൽ അതിന് പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് നമുക്ക് ഈ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നമ്മളെ കൊണ്ട് നൽകാൻ സാധിക്കുമെങ്കിൽ, ഒരു ക്ലാസ്സിൽ അവർക്ക് ഭക്ഷണം നൽകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതെത്ര വലിയ പുണ്യമായിരിക്കും. അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കാൻ വരുന്ന ആളുകൾ, അപ്പോൾ അതെത്ര വലിയ പരലോകത്തൊരു മുതൽക്കൂട്ടായിരിക്കും. അത് ഇഖ്ലാസോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്കുള്ള ബലാകൾ, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ ചിലപ്പോൾ അതൊരു കാരണമാവും. ചില സൽക്കർമ്മങ്ങൾക്ക് അങ്ങനെയുണ്ട്. ചില സൽക്കർമ്മങ്ങൾ നമ്മുടെ പ്രയാസങ്ങളെ നീക്കിത്തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആത്മാർത്ഥത പോലെ ഇരിക്കും. അപ്പോൾ അത് നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും നല്ല കാര്യങ്ങളിൽ നമ്മൾ സഹകരിക്കുക. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക, പരസ്പരം സഹകരിക്കുക. പാപത്തിലും അതിക്രമത്തിലും പരസ്പരം സഹായിക്കരുത്. അത് ഇസ്ലാം പഠിപ്പിച്ചൊരു പൊതു തത്വമാണ്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഈ പഠിച്ച ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ഖുർആൻ നാളെ നമുക്ക് ശുപാർശ പറയുന്ന ഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കുദ്റത്തും അള്ളാഹുവിൻ്റെ ശക്തിയും അത് അർഹിക്കുന്ന രൂപത്തിൽ അത് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അവൻ്റെ മുമ്പിൽ വിനയപ്പെടുവാനും അവനോട് ഇരു കരങ്ങളും നീട്ടി അവനോട് നമ്മുടെ ദുർബലതയും നമ്മുടെ നിസ്സഹായാവസ്ഥയും പടച്ചവനോട് അവതരിപ്പിക്കുന്ന ഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളുടെ ഉപജീവനത്തിൽ അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ബിസിനസ്സുകളിൽ അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ റൂമുകളിൽ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതേപോലെ തന്നെ പല കമ്പനികളിലും ജോലി ഉണ്ട്, പക്ഷേ ശമ്പളം കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിലും വീട്ടിലും കുടുംബത്തിലും അള്ളാഹു ഐശ്വര്യവും സമാധാനവും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കഠിനമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, ഹൃദയാഘാതം പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ദീനീയായ രൂപത്തിൽ ജീവിക്കുവാനും അതനുസരിച്ച് വളരുവാനും മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന സാലിഹ്യങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ വെളിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല രൂപത്തിൽ മാതൃകയായ ഉപ്പയും ഉമ്മയായുമായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا
റബ്ബന ഇന്നക റഊഫുർ റഹീം റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയ്യാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.